പല്ലവിയോട് എങ്ങനെ സംസാരിച്ചു തുടങ്ങും? പല്ലവി, എന്താടി ഇത്? എന്താ? നീ എന്തിനാ ഇതൊക്കെ ഇങ്ങനെ വാരി വലിച്ചിട്ടിരിക്കുന്നത്? ഓ, ഇതെല്ലാം ഞാൻ പിന്നീട് അടുക്കി വെക്കാന്ന് കരുതിയിട്ടിരുന്നതാ. എന്തിനാ എല്ലാം പിന്നത്തേക്കാക്കുന്നത്? അടുക്കി വെക്കേണ്ടതൊക്കെ കൈയോടുകൂടി അടുക്കി വെക്കണം. എടീ, ഇതൊരു വലിയ പേരും പെരുമയുള്ള കുടുംബമല്ലേ? നമ്മൾ ഇവിടുത്തെ മരുമക്കളായിട്ട് വലുതുകാലോചിച്ച് കയറിയാൽ മാത്രം പോരാ, എങ്ങനെ എവിടെ പെരുമാറണമെന്ന് കൂടി അറിഞ്ഞിരിക്കണം. ഓ, തുടങ്ങി ഉപദേശം. ചേച്ചിക്ക് ഇന്നെ ഉപദേശിക്കാൻ മാത്രമേ നേരമുള്ളൂ. ഞാൻ നിന്നെ ഉപദേശിക്കുന്നത് നിന്റെ നന്മയ്ക്ക് വേണ്ടിയല്ലേ മോളെ. ഈ മുറി വൃത്തിയായും വെടുപ്പായും സൂക്ഷിക്കേണ്ടത് നിന്റെ ഉത്തരവാദിത്തം. അതുപോലെ തന്നെ വിപിന്റെ ഓരോ കാര്യങ്ങളും കൃത്യസമയത്ത് കണ്ടറിഞ്ഞ് ചെയ്യേണ്ടത് നിന്റെ കടമയാ. എങ്കിൽ മാത്രമേ അവന് നിന്നോട് ഇഷ്ടവും സ്നേഹവും ഒക്കെ ഉണ്ടാവൂ. വിപിൻ സാറിന്റെ കാര്യമാണെങ്കിൽ ഞാൻ എന്നാലാവുന്ന വിധം ചെയ്യുന്നുണ്ട്. എങ്കിലും വിപിൻ സാറിന് എന്നോട് ചെറിയൊരു അകൽച്ചയുണ്ടെന്നുള്ളത് സത്യം. പക്ഷേ അതൊക്കെ ഞങ്ങളുടെ ശാന്തി മുഹൂർത്തം കഴിയുന്നതോടെ മാറിക്കോളും. മുത്തശ്ശനോട് പറഞ്ഞ് ശാന്തി മുഹൂർത്തത്തിന് വേണ്ടി നാളെ കുറിച്ച് തരാൻ ഞാൻ അമ്മയോട് പറഞ്ഞിട്ടുണ്ട്. മിക്കവാറും ഇന്നോ നാളെയോ അത് കിട്ടും. ഉടനെ തന്നെ ശാന്തി മുഹൂർത്തം നടക്കുകയും ചെയ്യും. സത്യത്തിൽ അതിനെക്കുറിച്ച് പറയാനാ ഞാൻ ഇങ്ങോട്ട് വന്നത്. മനസ്സിലായില്ല? അമ്മ ഇപ്പൊ എന്നെ വിളിച്ചിരുന്നു. എന്നിട്ട്? അത് ഞാൻ പറയുന്നത് മോളെ, നീ അത് ശ്രദ്ധിച്ച് കേൾക്കണം. കാര്യം പറയൂ. നിന്റെ ശാന്തി മുഹൂർത്തം കുറച്ചു ദിവസം കഴിഞ്ഞ് നടത്തിയാ മതിയെന്നാ മുത്തശ്ശൻ പറഞ്ഞിരിക്കുന്നത്. മുത്തശ്ശൻ അങ്ങനെ പറഞ്ഞോ? പറഞ്ഞു. അത് നിന്നോട് പറയാൻ അമ്മയ്ക്ക് വിഷമമുണ്ട്. അതാ ആ ചുമതല എന്നെ ഏൽപ്പിച്ചത്. കള്ളം!